ഹലോ ഗെയ്സ്, അങ്ങനെ നമ്മൾ MKTയുടെ 33ാമത്തെ ഫാം ട്രിപ്പിൽ ഇങ്ങനെ മൂന്നാറിലും വട്ടവടയിലും ടോപ്പ് സ്റ്റേഷനിലും ഇടുക്കി കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള സീക്രട്സ് ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് സഞ്ചാരികളെ സംബന്ധിച്ച് ഒത്തിരി സർപ്രൈസുകൾ ഒരുക്കി വെച്ചിരിക്കുന്ന കേരളത്തിലൊരു ജില്ലയാണ് ഇടുക്കി. അതുകൊണ്ട് തന്നെയാണ് ഇടുക്കി ജില്ലയിലെ പല സ്ഥലങ്ങളിലും സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. അങ്ങനെ ഒരു സ്ഥലമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ടീ കാസ്റ്റിലൊക്കെ താമസിച്ചു. അവിടുന്ന് നമ്മൾ റെഡിയായിട്ട് ഇറങ്ങുന്നവരെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടു. ഇനി നമ്മൾ നേരെ സമ്മർ കാസ്റ്റിലോട്ട് പോകണം. അവിടെ സ്റ്റേ ചെയ്യാനല്ല, നല്ല കിടിലൻ ലഞ്ച് നമുക്ക് വേണ്ടി അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ സമ്മർ കാസ്റ്റിൽ എന്ന് പറഞ്ഞാലും അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. അതിൽ കയറി ലഞ്ച് കഴിച്ചിട്ട് അവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് സീക്രട്ട് വാലിയിലേക്കാണ്. സീക്രട്ട് വാലി കുറേ സീക്രട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒളിച്ചിരിപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ സീക്രട്ട് വാലി ചെന്ന് താമസിക്കുന്ന ഭൂമിക്ക് അടിയിലുള്ള ഒരു റൂമിലാണ്. അത് തന്നെ വലിയൊരു സംഭവമാണ്, ഒരു സീക്രട്ട് പ്ലേസ് അല്ലെങ്കിൽ ഒരു സീക്രട്ട് സ്റ്റേ. അടിപൊളിയാണ്. അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തു. അവിടെ DJയും പാർട്ടിയും പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ തിരിച്ചു പോരുവാണ് പിറ്റേ ദിവസം. അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം പോരുന്ന വഴിക്ക് നമുക്ക് ഫ്ലോറ ആൻഡ് ഫ്യൂണയിൽ കയറണം. മൂന്നാറിൽ ആര് പോയാലും ഒരു തവണ നമ്മൾ കയറി എക്സ്പീരിയൻസ് ചെയ്യണം. അനാക്കോണ്ട മുതൽ ലോകത്തിലുള്ള ഏറ്റവും ചെറിയ പശു വരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഹോഴ്സ് റൈഡിങ് വേണമെങ്കിൽ അതുകൊണ്ട്. പക്ഷികളുടെ എക്സ്പീരിയൻസ്, പക്ഷികളെ നമുക്ക് കയ്യിലെടുക്കണം, പക്ഷികളൊക്കെ ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യണം, മീനെ കൊണ്ട് നമുക്ക് മസാജ് ചെയ്യിപ്പിക്കണം. ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ ഫ്ലോറ ആൻഡ് ഫ്യൂണയിലുണ്ട്. ഫ്ലോറ ആൻഡ് ഫ്യൂണയുടെ അവിടെ തന്നെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട്, പ്രകൃതി റെസ്റ്റോറൻറ്റ്. അപ്പോൾ നാളത്തെ ലഞ്ച് ഞങ്ങൾ അവിടെ നിന്നാണ്. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഫ്ലോറ ആൻഡ് ഫ്യൂണയെ കയറി ഫുൾ എക്സ്പ്ലോർ ചെയ്ത് മൃഗങ്ങളെയും അതുപോലെ തന്നെ ജീവികളെയൊക്കെ കണ്ട് അടിച്ചു പൊളിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഗൈസ്. അങ്ങനെ നമ്മുടെ ടീ കാസ്റ്റിലെ അടിച്ചുപൊളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെ ബസ്സേ കയറി ഇനി നമ്മൾ നേരെ സീക്രട്ട് വാലിയിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് ലഞ്ചിന് വേണ്ടി നമ്മൾ സമ്മർ കാസ്റ്റിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുപോകും. അപ്പം നമ്മുടെ അവസാനത്തെ സ്റ്റേ ആണ്. സീക്രട്ട് വാലി കഴിഞ്ഞ് നമ്മൾ നേരെ പോകാനായിട്ടുള്ള പ്ലാനിലാണ്. അങ്ങനെ നമ്മൾ സമ്മർ കാസ്റ്റിലെത്തി. സമ്മർ കാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കവിടെ ലഞ്ച് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നപ്പോൾ സമ്മർ കാസ്റ്റിലിൻ്റെ ഓണർ നമ്മുടെ ചേട്ടനൊക്കെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അവിടുത്തെ ലോബിയുടെ അടുത്ത് തന്നെ ഒരു പ്ലേയിങ് ഏരിയ, പ്ലേയിങ് സ്റ്റേഷൻ പോലൊരു സംഭവമുണ്ട്. അവിടെ ചെസ്സും ക്യാരംസും അങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കുറച്ച് ആശാന്മാർ ചെസ്സിലും ക്യാരംസിലും ഒക്കെ ഇരിപ്പുറപ്പിച്ചു. ലഞ്ചിന് കുറച്ച് നേരം മുമ്പ് നമ്മളെത്തി. അപ്പോൾ ലഞ്ച് റെഡി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ലഞ്ച് റെഡി ആയി കഴിഞ്ഞു. ദേണ്ട നമുക്ക് കാണാം, ബുഫേ ലഞ്ചാണ്. അടിപൊളിയായിട്ടുള്ള ലഞ്ചാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കി, സൂപ്പുണ്ട്. സൂപ്പിന് ശേഷം നമ്മുടെ ബ്രെഡ് ഐറ്റംസിൻ്റെ സ്ഥലം വന്നു. അവിടെ ഇരിക്കുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടിപൊളി ഇതേണ്ടതേ ചട്ടിക്കകത്തുള്ള മീൻ കറിയാണ്, അല്ല കപ്പയാണ്. ചട്ടിക്കകത്ത് കപ്പ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, നല്ല സൂപ്പർ കപ്പ. കപ്പയോട് ചേർന്ന് ആരായിരിക്കുന്നത് നോക്കാം. കപ്പയോട് ചേർന്ന് ഞാൻ പറഞ്ഞ കണക്ക് നല്ല അടിപൊളി മീൻ കറിയാണ്. കപ്പയോട് ചേർന്ന് പിന്നെ ഇരിക്കാൻ പറ്റിയ സാധനം മീൻ കറി തന്നെ ആണല്ലോ. അതിനുശേഷം നല്ല സൂപ്പർ ബീഫ് ഫ്രൈ ഉണ്ട്. ബീഫ് ഫ്രൈ കൊണ്ടും തീർന്നിട്ടില്ല. നോക്കിക്കേ, ചില്ലി ചിക്കൻ ഉണ്ട്. അതിനുശേഷം നമ്മുടെ സാലഡ് കൗണ്ടർ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കൗണ്ടറിലേക്ക് വന്നു കഴിഞ്ഞപ്പം പപ്പടം, റൈത്ത അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ നമുക്ക് ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ട്, ചിക്കൻ ഫ്രൈ ആണ് 65 പോലത്തെ. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ട്. പിന്നെ റൈസുണ്ട്. റൈസ് 2 ടൈപ്പ് ഉണ്ട്. നോർമൽ നമ്മുടെ വൈറ്റ് റൈസും ഉണ്ട്, അത് കൂടാതെ ഫ്രൈഡ് റൈസും ഉണ്ട്. പിന്നെ നമുക്ക് പയറ് മെഴുക്ക് വരട്ടിയും മോര് കറിയും. പിന്നെ നമ്മുടെ ഡെസേർട്ട്സിൻ്റെ കൗണ്ടർ വന്നു. അതിന് ഡെസേർട്ടായിട്ട് പായസമാണ്. എന്നപ്പോൾ സൂപ്പറായിട്ടുള്ള ഒരു ലഞ്ചാണ്. അപ്പോൾ പതിയെ ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. എല്ലാ ആൾക്കാരും വന്ന് ലഞ്ച്. കാര്യം മീൻ കറിയും കപ്പയും ഒക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റണം എന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് സത്യത്തിൽ മീൻ കറിയും കപ്പയും എല്ലാം കൂടെ വന്നത്. നമുക്ക് ഇന്നലത്തെ ലഞ്ചിലും കപ്പയും മീൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവാണ്. അപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂളുണ്ട് അവിടെ. നോക്കി, ഒരു ബേബി പൂളും അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ പൂളും ഉണ്ട്. എത്ര രസകരമാണെന്ന് നോക്കി. അതിൻ്റെ സൈഡിലൊക്കെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കണം. വെള്ളത്തിൽ ഇറങ്ങി കിടന്നിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളെല്ലാം നമ്മുടെ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഉണ്ട്. ഏത് പ്രോപ്പർട്ടി നമ്മൾ വിസിറ്റ് ചെയ്താലും നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് പോലൊരു സംഭവം കൊടുക്കും. അവരത് പൊതുവെ റിസപ്ഷനിൽ സൂക്ഷിക്കാറുമുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ ആ പൂളിൻ്റെ ഒരു ബ്യൂട്ടി പിന്നെ ഒന്ന് ആസ്വദിക്കുവാണ്. ഇവിടെ എന്തായാലും ഒരു ദിവസം ഒന്ന് താമസിക്കണമെന്ന് തോന്നി. സൂപ്പറായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നല്ല പൂള്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് നീങ്ങണം. അടിപൊളി സ്വീകരണം.
ഗൈസ് അങ്ങനെ നമ്മുടെ സീക്രട്ട് വാലിയിലോട്ടുള്ള സ്വീകരണം അടിപൊളിയാണ്. അവിടുത്തെ റിസപ്ഷനിൽ നിന്ന് തന്നെ നേരെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് റൂമിലോട്ടുണ്ട്. നമുക്ക് ഏലക്ക കൊണ്ടുള്ള മാലയൊക്കെ ഇട്ട് ചെണ്ടമേളമൊക്കെ ആയിട്ട് വെൽക്കം ഡ്രിങ്കൊക്കെ ആയിട്ട് ആൾക്കാർ അകമ്പടിയോടുകൂടി നമ്മളെ ഇവിടുത്തെ പ്രോപ്പർട്ടീസിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ പലതരത്തിലുള്ള റൂംസ് ഉണ്ട്. ആ റൂംസിൻ്റെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫ് ഭയങ്കര എനർജറ്റിക് ആണ് കേട്ടോ. എന്തായാലും ഇത് നമ്മളെ ആദ്യമായിട്ട് കാണിക്കുന്ന റൂം. ഈ റൂം ഓരോ റൂമിനും ഓരോ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടുന്ന് നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ചെറിയൊരു പാർക്ക് സെറ്റപ്പും അതുപോലെ തന്നെ ഇവിടെ എല്ലാം തേയിലത്തോട്ടങ്ങളും വളരെ സുന്ദരമായിട്ടുള്ള ഒരു നേച്ചറൊക്കെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത റൂമിലേക്ക് വന്നു. അടുത്ത റൂമിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്യൂട്ട് റൂം പോലുള്ള സെറ്റപ്പാണ്. ഒരു ഡ്രോയിങ് റൂമുണ്ട്, അതിന് ശേഷം ഒരു ബെഡ്റൂമുമാണ്. ഒരു അടിപൊളി സെറ്റപ്പാണ്. ഇവിടുന്ന് നമ്മൾ ബാൽക്കണി എന്ന് പറഞ്ഞാൽ ബാൽക്കണി വ്യൂ ഇവിടുത്തെ എല്ലാ റൂമിനും ഉണ്ട്. നോക്കിയാൽ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഇടുക്കിയുടെ ആ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. അതിന് നോക്കിയാൽ ബെഡ്റൂം അടുത്ത നെക്സ്റ്റ് ബെഡ്റൂമാണിത്. ഇത് കുറച്ചും കൂടെ ഒരു ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കണ്ണാടി കൂടെ കാണാൻ പറ്റും. കുറച്ചുകൂടെ ഒരു അടിപൊളി സെറ്റപ്പ് റൂമാണ്. അങ്ങനെ 3 തരത്തിലുള്ള റൂമുകൾ നമ്മൾ കണ്ടു. അതിനുശേഷം അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ. ഇത് അവിടുത്തെ കോമൺ സ്വിമ്മിംഗ് പൂളാണ്. ഈ കോമൺ സ്വിമ്മിംഗ് പൂൾ വ്യൂ റൂമുണ്ട്. അത് താഴത്തെ നിലയിലാണ്. നമ്മൾ മുമ്പേ മുകളിലത്തെ നിലയിൽ നോക്കി. ഇത് പൂൾ വ്യൂ റൂമാണ്. നമുക്ക് റൂമിൻ്റെ ബാൽക്കണി അല്ല, അവിടുത്തെ ആ ഗ്ലാസ് തുറന്ന ഉടനെ തന്നെ പൂള് കാണാൻ പറ്റുന്നു. പൂൾ വ്യൂ റൂമാണ്. ഇനിയാണ് നമ്മളിവിടെ സെറ്റപ്പ്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി പാർക്കുണ്ട്. പാർക്ക് കൂടാതെ ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടില്ല, ഇവിടെ ഒരു ചായക്കട സെറ്റ് ചെയ്തിരിക്കുവാണ്. നമുക്ക് ഇവിടുന്ന് തന്നെയാണ് ചായയും കടികളും. ഇതിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരു തട്ടുകട സെറ്റപ്പ് പോലത്തെ ഒരു ചായക്കട സെറ്റ് ചെയ്തിരിക്കുവാണ്. അതിനകത്ത് കടികളും ചായയൊക്കെ ഉണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. സത്യത്തെ സീക്രട്ട് വാലിയുടെ സീക്രട്ടുകൾ നിങ്ങൾ കാണാനിരിക്കുന്നുള്ളത്. ഇതാണ് എനിക്ക് അവിടെ കണ്ടതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവം. ഭൂമിക്ക് അടിയിലേക്കാണ് ഒരു എൻട്രി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുഹയാണെന്ന് തോന്നും. പക്ഷേ ഈ ഡോർ അങ്ങോട്ട് തുറന്നു കഴിയുമ്പോൾ നമ്മളൊരു അത്ഭുത ലോകത്തെത്തിയ ഒരു ഫീലാണ്. നോക്കി, അടിപൊളി ഒരു റൂമാണ്. സൂപ്പർ റൂമാണ്. ഇതൊരു ഹണിമൂൺ കോട്ടേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കപ്പിൾ സ്റ്റേ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ റൂമാണ്. ഇവിടുന്ന് പുറത്തേക്കൊരു ബാൽക്കണി സെറ്റപ്പും അവിടെ 2 ചെയറും ഇട്ടിട്ടുണ്ട്. ഇതൊന്നും അല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിങ്ങോട്ട് പോയി ഇവിടെ ടോയ്ലറ്റും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റ് കാണിക്കാനായിട്ടല്ല വന്നിരിക്കുന്നത്. ഇത് നോക്കി, ഇവിടെ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതാണ് എനിക്ക് അവിടെ ഏറ്റവും സുന്ദരമായിട്ട് തോന്നിയത്. നോക്കി, ഇനി ഇതുകൊണ്ടും തീർന്നിട്ടില്ല. ഇതൊരു ഫ്രെയിം റൂമുണ്ട് അവിടെ. ഇതാണ് അവിടുത്തെ ഫ്രെയിം റൂം. ഇതിന് ഒരു പ്രൈവറ്റ് പൂളുണ്ട്. പക്ഷേ എനിക്ക് മുമ്പ് കണ്ട അത്ര ആ പ്രൈവറ്റ് പൂള് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഇവിടുത്തെ പ്രൈവറ്റ് പൂൾ എന്ന് പറഞ്ഞാൽ താഴെ ഇറങ്ങണം. നമുക്ക് ഈ പ്രോപ്പർട്ടിക്കുള്ളിൽ നിന്ന് നേരെ ഇറങ്ങാൻ പറ്റുന്നത്. എനിക്ക് ഒരു പൊക്കത്തിലാണ് ഈ റൂം ഇരിക്കുന്നത്. ഇവിടുത്തെ പ്രൈവറ്റ് പൂൾ പക്ഷേ താഴെയാണ്. ആ റൂമാണെങ്കിൽ നമുക്ക് അതിനകത്തൂടെ തന്നെ, നമ്മൾ മുമ്പേ കാണിച്ച റൂമാണ്, അതിനകത്തൂടെ തന്നെ നമുക്ക് പൂളിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഫ്രെയിം റൂം. നമ്മുടെ നോർമൽ റൂംസ് കൂടാതെ ഈ ഇങ്ങനെ 2-3 സെറ്റപ്പുകൾ അവിടെ ഉണ്ട്. ഇത് നോക്കി, ഇതാണ് നമ്മളിപ്പോൾ അകത്ത് കയറി കണ്ട റൂം. ഇതാണ്. ഇവിടുന്ന് താഴേക്ക് ഇതിലേ ഇറങ്ങി വന്നിട്ട് വേണം ഈ സൈഡിലുള്ള പൂളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനുശേഷം നമുക്ക് അവിടെ കോമൺ ആയിട്ടുള്ള മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. MKTയുടെ അഡ്മിൻ പാനലിനുള്ള എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഗെയ്സ്, അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അടിപൊളിയായിട്ടുള്ള DJ, അതുപോലെ തന്നെ ഭയങ്കര മ്യൂസിക് പ്രോഗ്രാമും മേളവും പരിപാടിയൊക്കെയാണ് രാവിലെ വരെ നിന്ന്. അതുകൊണ്ട് ഡിന്നറിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കിടിലം പരിപാടിയായിരുന്നു. ലൈഫ് ടൈം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സീക്രട്ട് വാലി നമുക്ക് തന്നത്. അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രി 1 സമയമായി പോയി കിടന്നുറങ്ങിയപ്പോൾ പിറ്റേ ദിവസം നമുക്ക് തിരിച്ചു പോകേണ്ടതാണ്. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട്, ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എല്ലാവരും റെഡിയായിട്ട് പോകാൻ നിൽക്കുവാണ്. നമ്മുടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ നമ്മളെല്ലാവരും ബസ്സിൽ കയറി തിരിച്ചു പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. പക്ഷെ തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് ഒരു പ്രോപ്പർട്ടി വിസിറ്റും കൂടെ ഉണ്ട്. നമുക്ക് ലഞ്ച് പറഞ്ഞിരിക്കുന്നത് പ്രകൃതി എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ അടിമാലി മൂന്നാർ റൂട്ടിലുള്ള ആ ഭാഗത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അത് മാത്രമല്ല, അവിടെ ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് പറയുന്നിട്ടുള്ള ഒരു അടിപൊളി സെറ്റപ്പ് കൂടെ ഉണ്ട്. ഈ ഫ്ലോറ ആൻഡ് ഫ്യൂണ വിസിറ്റ് ചെയ്യണം, ലഞ്ചും കഴിക്കണം. ഈ പ്രകൃതി റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെയാണ് ഈ ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ടുള്ള പ്രകൃതി റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുവാണ്. അത് ഓൾറെഡി ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. ധാരാളം കസ്റ്റമേഴ്സൊക്കെ വന്ന് ലഞ്ച് കഴിക്കുന്നുണ്ട്. കുറേ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രകൃതി മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റ്. നിങ്ങൾ മൂന്നാർക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മിഡ് വേ, അതായത് പകുതി വഴിയിൽ നിങ്ങൾക്കൊരു ഒരു ഹാങ് ഔട്ട് പ്ലേസ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ്. അത് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലഞ്ചായിരുന്നു. ചോറും മീൻകറിയും ഒക്കെ കൂട്ടിയിട്ടുള്ള സൂപ്പർ ലഞ്ചായിരുന്നു.
അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണിച്ചു തരാം. എന്തായാലും ലഞ്ച് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഫ്ലോറ ആൻഡ് ഫ്യൂണലിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ എൻട്രി ചെയ്തു. എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു കരടിക്കുട്ടനും പിന്നെ ഒരു വേറൊരു സംഭവം നിൽപ്പുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവർ രണ്ടും കൂടെ നമ്മളെ വെൽക്കം ചെയ്തു. കെട്ടിപ്പിടിക്കുകയും മാന്തിപ്പറിക്കുകയൊക്കെ ചെയ്യാനായിട്ട് അവർ റെഡിയാണ്. അടിപൊളി. ഞാനത് നോക്കുമായിരുന്നു അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എത്ര ചൂടായിരിക്കുമെന്ന്. പക്ഷേ അതിനകത്ത് ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ചൂടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. ആദ്യം തന്നെ നമുക്കൊരു ഫിഷിൻ്റെ പോണ്ടാണ് നമ്മൾ കാണുന്നത്. ഒരു ഫിഷ് സ്പാ എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. കൈയിട്ടാൽ മീൻ നമ്മുടെ കൈക്കകത്ത് കയറി വരും. ഇത് ഓൾറെഡി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഈ മൂന്നാർ അടിമാലി റൂട്ടിൽ തന്നെ വേറൊരു പൊറ്റാസ് ഫൺ ഫാം എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ കുറച്ചും കൂടെ നമുക്ക് ആ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാലൊക്കെ വേണേൽ ഇടാൻ പറ്റും. ഇവിടെ പക്ഷേ പേടിച്ച് നിൽക്കുന്നതാണ്. കടിക്കോ കടിക്കും. ഗെയ്സ് അങ്ങനെ ആ കിളികളൊക്കെ കൊള്ളാം. പക്ഷേ എൻ്റെ തലയിൽ കയറിയിരുന്ന കിളിയുണ്ടല്ലോ, എൻ്റെ തലയിലിരുന്ന ക്യാപ്പുണ്ട്. ഞാനത് കഴിഞ്ഞ വർഷം BMW ക്യാപ്പ് പ്യൂമ BMW ക്യാപ്പ് വാങ്ങിച്ചാണ്. അത്യാവശ്യം 1,800 രൂപ കൊടുത്ത് വാങ്ങിച്ചാണ്. അതിൻ്റെ നടുക്ക് ഒരു ഉണ്ട പോലിരിക്കുന്ന സാധനം, അതിന് തിന്നാനുള്ള സാധനം ഒന്ന് കൊത്തി പറിച്ച് കളഞ്ഞ ആ ക്യാപ്പിൻ്റെ. കുഴപ്പമില്ല, കിളിയല്ലേ, എന്തെങ്കിലും പറയാൻ പറ്റുമോ. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇതിനകത്ത് നല്ലൊരു ഏരിയ ഉണ്ട്. ഇവിടെ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കി അടുത്ത നമുക്ക് കാണാം. ഗെയ്സ്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മൃഗങ്ങൾ, പക്ഷികൾ, ഫലവൃക്ഷങ്ങളെല്ലാം ഉണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള. നോക്കി ഹോഴ്സ് റൈഡിങ് ഉണ്ട്. ഇത് നോക്കി അവിടെ ഒട്ടകപ്പക്ഷിയാണ്. ഒട്ടകപ്പക്ഷി ഞാൻ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. നമ്മൾ സൂവിലൊക്കെ പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. അടുത്ത ഐറ്റം നോക്കിയേ, ഇത് യമു ആണ്. യമു ഇറച്ചികളൊക്കെ പണ്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ സംഭവങ്ങൾ കണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെയുള്ള ഐറ്റംസാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി, ഇവിടെ കുറച്ച് ഫലവൃക്ഷങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്തിരിക്കുവാണ്. ഇതിനകത്ത് പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളുണ്ട്. ഓറഞ്ച്, അതുപോലെ തന്നെ ആപ്പിൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികൾ, നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള ഐറ്റംസ്. നോക്കി, ഇതെന്തോ പേരയ്ക്ക ആണ്. പേരയ്ക്ക ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ വളരത്തില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളുണ്ട്. പഠന സംബന്ധമായിട്ട് ആൾക്കാർക്ക് വരാൻ പറ്റുന്നതാണ്. ബോട്ടണി, സുവോളജി ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥലമാണ്. നോക്കിയേ, ഇതെന്താന്ന് നോക്കി. പൈത്തണും അനാക്കൊണ്ട ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള പാമ്പ് വർഗ്ഗങ്ങൾ നോക്കുക. പാമ്പിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇത് ഒരു തവണയെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷപ്പാമ്പുകളും അല്ലാതെ ഈ അനാക്കോണ്ട പോലെയുള്ള ഭീമാകാരമായിട്ടുള്ള പാമ്പുകളും ഒക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടത് ലോകത്തിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ പശുക്കളെയൊക്കെയാണ്. നമ്മുടെ നാട്ടിലുള്ളതും വെച്ചൂർ പശു നമ്മുടെ നാട്ടിൽ നിന്നുള്ളതാണ്. അത് കൂടാതെ മറ്റു തരത്തിലുള്ള പശുക്കൾ, ആട്, അങ്ങനെ ചെമ്മരിയാട്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു 16 ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതിനുള്ളിൽ കൂടെ നമ്മൾ നടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. ഇങ്ങനെ ധാരാളം സംഭവങ്ങളുള്ളൊരു ഐറ്റമാണ് ഫ്ലോറ ആൻഡ് ഫ്യൂണ. നിങ്ങളൊക്കെ പോയി കാണുക. എന്തായാലും ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം.